നമ്മുടെ പള്ളത്തിന് ഇപ്പോൾ അലിഗേറ്റർ ഫിഷിന് കൊടുക്കാൻ പോവുകയാണ്. ഇതിന് വളരെ ചെറിയൊരു ഫിഷായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താണ് ഇപ്പം ഉണ്ടായി? ഹായ് ഹലോ മൈ ഡിയേഴ്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് മോർണിംഗ് വാക്കിനൊന്നും പോയില്ല. ഇവിടെ മുറ്റത്തൊക്കെ തന്നെ കുറച്ച് റൗണ്ട് നടന്നു. പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വന്ന പുഴയുടെയും പാലത്തിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കണം. നമ്മുടെ സൂര്യൻ ചേട്ടൻ്റെ പയ്യെ ഉദിച്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മഴ തുടങ്ങിയതുകൊണ്ട് പുഴയ്ക്ക് ചെറുതായിട്ടൊരു കലക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? എന്താണ്? അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ബർണറിൽ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കരുത് എന്തിനാ പുട്ടുകുടത്തിൻ്റെ ഉള്ളിലൊക്കെ സൂം ചെയ്ത് കാണിക്കണമെന്ന്. അപ്പം അതാണ് ആ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണേ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മാങ്ങയും പഴവും ഓട്സും കൂടി ചേർത്തിട്ടുള്ളൊരു സ്മൂത്തി ആയിരുന്നു. അപ്പോൾ ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് മാങ്ങയ്ക്ക് ചെറിയൊരു പുളിയുള്ളതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സ്മൂത്തിയാക്കി കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ട്രൈ ചെയ്യണമെങ്കിൽ തന്നെ ഷുഗറൊക്കെ ഇട്ട് ട്രൈ ചെയ്താലേ കുറച്ച് ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്മൂത്തി റെഡി, പുട്ടും ചെറുപയറും റെഡി. അങ്ങനെ ഞാനും അമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ തലേദിവസം കട്ട് ചെയ്ത മാങ്ങയ്ക്ക് വരെ നല്ല മധുരമായിരുന്നു. ഇത് കുറച്ചുകൂടി ഒന്ന് പഴുക്കാനുണ്ടായിരുന്നു. ആദ്യം കഴിച്ചപ്പോൾ കുറച്ച് പുളി തോന്നിയിരുന്നെങ്കിലും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ചൂണ്ടിട്ട് നോക്കാനായിട്ട് പുഴവക്കത്തേക്ക് പോയി. അടുത്തതായി ഞങ്ങളിനി ഫിഷിന് ഫുഡ് കൊടുക്കാൻ പോകുന്ന മീനൂട്ട് പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് മീനൂട്ട് നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓനല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് വലിയ മീനെ കിട്ടിയാരണം. പിന്നെ വേറൊരു ചൂണ്ടയിട്ട് നോക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഇതിട്ടപ്പോൾ 3-4 പള്ളത്തിയെ കിട്ടി. അപ്പോൾ പള്ളത്തിയെ പിന്നെ നമ്മൾ അലിഗേറ്ററിനാണ് കൊടുത്തത്. പിന്നെ സൂം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ പള്ളത്തിന് ഇപ്പോൾ അലിഗേറ്റർ ഫിഷിന് കൊടുക്കാൻ പോവുകയാണ്. ഇതിന് വളരെ ചെറിയൊരു ഫിഷായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താണ് ഇപ്പം ഉണ്ടായി? 4 കൂടി കഴിച്ചു ഒരുമിച്ച്. അപ്പോൾ പേടിച്ചു പോയതാണ് കഴിച്ചതാണ്. ഇല്ലതേ അടിയിലുണ്ട്. അങ്ങനെ കാണുന്നില്ലല്ലോ, അത് പോയാ? നമ്മളിപ്പോൾ മീനിന് കുറച്ച് ഫിഷ് ഫുഡ് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ടാങ്കിൽ ബ്ലാക്കും വൈറ്റും ഷാർക്കുകളാണ് ഉള്ളത്. ചെറുതും വലുതൊക്കെ ആയിട്ട് കുറച്ചധികം ഷാർക്കുകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വളർത്തുന്നതും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ അച്ഛനാണ്. അച്ഛൻ്റെ ഒരു പാഷനും ഹോബിയൊക്കെയാണ് ഈ ഒരു ഓർണമെൻ്റൽ ഫിഷിൻ്റെ പരിപാലനം. അപ്പോൾ നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഇത്രത്തോളം തന്നെ ഷാർക്ക് ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വീട്ടിൽ സെയിലുണ്ട്. പിന്നെ ഈ ടാങ്കിൽ വളർത്തുന്നതൊക്കെ ഈ ഒരു വളർത്തൽ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാമെന്ന് കരുതി ഞാനും അമ്മയും കൂടി ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എവിടെന്നോ ഒരു പൂച്ചക്കുഞ്ഞ് വീട്ടിലേക്ക് വന്നു.
ഇവിടെ പാലമൊക്കെ അടുത്തുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ പാലത്തിൽ അവിടെ കൊണ്ട് ഉപേക്ഷിക്കും പൂച്ചേനെ. ലാസ്റ്റ് അത് നമ്മുടെ വീട്ടിൽ കയറി പറ്റും. അപ്പോൾ ഇതിക്ക് മുമ്പ് 2 വന്നു, 2 ഏതോ വഴിക്ക് പോയി. ഇപ്പോൾ പുതിയ കക്ഷി വന്നിട്ടുള്ളതും വീട്ടിലോട്ടൊക്കെ തനിയെ കയറി വരുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പൂച്ചേനെ വീട്ടിൽ വളർത്താൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇവിടെ ഒരു കുഞ്ഞ് ബേബി ഉണ്ട്. അവൻ്റെ കയ്യിൽ പൂച്ചേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാകും. അപ്പോൾ അങ്ങനെ ഓരോ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചെമ്മീൻ നന്നാക്കൽ കഴിഞ്ഞു. ചെമ്മീൻ അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ കുടംപുളി, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയും കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് നമ്മുടെ പച്ച ചെമ്മീനിലേക്ക് മാരിനേഷൻ ചെയ്തിട്ട് വറുത്തെടുക്കാറില്ല. ആ ഒരു ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല, ഒരു റബ്ബർ കണക്കിന് ഇരിക്കും. അതുകൊണ്ട് എപ്പോഴും കുക്ക് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. ചെമ്മീൻ കുക്കായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഈ ഒരു ടൈമിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കേണ്ടതാണ്. പക്ഷേ പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്യാനിട്ടപ്പോഴാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത്. ചെമ്മീൻ ഫ്രൈ ചെയ്യാനായി പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോൾ ഒരു 3 തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു പാനിൽ ചെമ്മീൻ ഫ്രൈ ഒന്നും ചെയ്യാൻ ഇഷ്ടമേ അല്ല. എനിക്ക് മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അതൊക്കെ ഇഷ്ടം. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ ഫ്രൈ ആയി വരും, അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഇതിൽ ഞാൻ എന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. പക്ഷേ അമ്മക്ക് ആ പ്രശ്നമില്ല. അമ്മ യൂസ്ഡായി, അമ്മ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടിയിലൊക്കെ പിടിക്കാണ്ട് എടുക്കുന്നത് കാണാം. പിന്നെ ഇവിടെ കടായി ഉള്ളതും ഈ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ. ഇതൊരു സ്റ്റീലോ അലൂമിനിയോ അങ്ങനെ എന്തോ ഡബിൾ കോട്ടിങ് സംഭവമുള്ളൊരു ടൈപ്പ് പാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേസ്റ്റ് ചേർക്കാൻ മറന്നു എന്ന്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മീനിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീനിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡി. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാം. ലഞ്ചിനായിട്ട് നല്ല ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ, രാവിലത്തെ ചെറുപയർ, പിന്നെ ഇന്നലത്തെ മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു. അതും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഇന്നലത്തെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി എടുത്ത് നമ്മളിനി ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല, വെജാണ് കഴിക്കുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ വീടിനടുത്തായിട്ട് തന്നെയാണ് നാട്യശാസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് സ്കൂളിലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ. അപ്പോൾ വീട്ടിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ആഗ്രഹം കൂടെ സഫലീകരിക്കാമെന്ന് വിചാരിച്ച് പഠിക്കാൻ ചേർന്നു. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് അഞ്ജു, ഇവൾക്കും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങളപ്പോൾ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഡീഷണൽ ഡിഗ്രിയാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു 3-4 വർഷമായിട്ട് ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, ഡാൻസ് പഠിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യലും ഡിസ്കഷനൊക്കെ ആയിരുന്നു. അറ്റ് ലാസ്റ്റ് കഴിഞ്ഞ ജൂണിൽ ജോയിൻ ചെയ്തു. ഏകദേശം 1 വർഷം വന്നു. അപ്പോൾ മിസ്സ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മിസ്സിനെ കാണിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് പഠിപ്പിക്കും. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 ലെഫ്റ്റ്. 1 2 3 4 ഇനി മേലെ 1 2 3 ചാട്. 3 4 കാല് മാറിപ്പോയി ലക്ഷ്മി. 1 പുറത്തേക്കല്ല, കൈ അകത്തേക്ക്. ലെഫ്റ്റ് ചെയ്തോ. അങ്ങനെ പ്രാക്ടീസും പഠനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പഠിച്ചു വരുന്നത് കൊണ്ട് കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ട് കളിക്കുമ്പോഴൊക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.